ശ്രീ എം ജയചന്ദ്രൻ, നയം നടപ്പാക്കില്ല, പണം മാത്രം വാങ്ങും, ഇത് സാധ്യമല്ല എന്നാണ് വ്യവസ്ഥയിലടക്കം പറയുന്നത്. പിന്നെയും അതേ ന്യായീകരണം ആവർത്തിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അത് വിശ്വസനീയമാണെങ്കിൽ CP അത് വിശ്വസിക്കണമല്ലോ. CP അത് വിശ്വസിച്ചിട്ടില്ല, നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ വളരെ വ്യക്തമായി പറയുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് അങ്ങയുടെ പ്രതികരണം? CPയുടെ കാര്യത്തിൽ CPയുടെ നിലപാടുകളെ അല്ലെങ്കിൽ അവരുന്നയിക്കുന്ന വിമർശനങ്ങളെ പിന്നെ പരിഗണിക്കുക തന്നെ ചെയ്യും എന്നാണല്ലോ CPIM ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബിനോയ് വിശ്വം അവരുടെ നിലപാടും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായി എനിക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ NEP 2020 പുത്തൻ വിദ്യാഭ്യാസ പദ്ധതി 2020 എന്ന് നമ്മൾ എളുപ്പത്തിൽ പറയുന്ന ആ പദ്ധതി എന്ന് പറയുന്നത് പിന്നെ അത് ഒരു പോളിസി ഫ്രെയിംവർക്കാണ് എന്ന് ആ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഏതൊരാൾക്കും അനായാസം മനസ്സിലാവുന്ന കാര്യമാണ്. അതൊരു പോളിസി ഫ്രെയിംവർക്കാണ്. എന്തുകൊണ്ടാണ് അത് പോളിസി ഫ്രെയിംവർക്കായിട്ട് നിൽക്കുന്നത്? അത് മാത്രമല്ല, 1986 UPAയുടെ പിന്നെ കോൺഗ്രസിന്റെ ഭരണകാലത്ത്, UP അന്നില്ലല്ലോ, അന്ന് കോൺഗ്രസ്സാണ് ഉണ്ടായിരുന്നത്. അന്ന് കോൺഗ്രസിന്റെ ഭരണകാലത്തും ഇതേപോലെ തന്നെ അതൊരു പോളിസി ഫ്രെയിംവർക്കായിട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. അതിന്റെ കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ. കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യാവകാശമുണ്ട്. അതുകൊണ്ടാണ് ബേബി പറഞ്ഞത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ കേരളം ഒപ്പിടില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞത്. അതുകൊണ്ടാണ് ചെയ്യാതിരിക്കാം, അതൊരു നാഷണൽ പോളിസി ഫ്രെയിംവർക്ക് മാത്രമാണ്. അതേസമയം ഈ പറയുന്ന PM ശ്രീ എന്ന പദ്ധതി അത് മറ്റൊന്നാണ്. മറ്റൊന്നെന്ന് പറയുമ്പോൾ എന്താണ് മറ്റൊന്ന് എന്നുള്ള പ്രശ്നം വരുമല്ലോ. ആ മറ്റൊന്ന് എന്ന് പറയുന്നത് അതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. CSS എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ പറയുന്ന സാധനമാണ് ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീം. ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്ന് പറയുന്ന അത്തരം പദ്ധതികൾ ഒരുപാട് മേഖലകളിൽ ഇതിപ്പോ പിന്നെ ഈ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു പുതിയ പ്രവണതയോ ഒന്നുമല്ല. ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്നുള്ള ഒരുപാട് തിരിച്ചടികൾ നിരവധി സംസ്ഥാനങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളവും. ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീം എങ്ങനെയാണ് നമുക്ക് തിരിച്ചടിക്കുന്നുള്ളത് വേറെ സമയം കിട്ടുകയാണെങ്കിൽ ചർച്ച ചെയ്യാം. പല മേഖലകളിലുണ്ട്, അതങ്ങനെ അന്നേരം പറയാം. അപ്പോൾ ഈ പ്രശ്നം, ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നമ്മുടെ SSK എന്ന് പറയുന്ന സമഗ്ര ശിക്ഷ കേരള എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഇന്നിപ്പോ സംസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയായിട്ട് നിലകൊള്ളുന്നത്. ഇത് 2018 3 പദ്ധതികൾ ഒന്നിച്ച് യോജിപ്പിച്ചു കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഇപ്പോഴത്തെ SSK എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാൻ സമയമുണ്ടെങ്കിൽ അന്നേരം വരാം. ഇപ്പൊ ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട പ്രശ്നം, കേരളം നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ശരാശരി എങ്ങനെയാണെന്നുള്ളത് താങ്കൾക്കറിയാമല്ലോ സ്മൃതി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് നമ്മളുടെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ മുതൽ പിന്നെ ഇപ്പോ ബിരുദാനന്തര തലം വരെയുള്ള പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ കൺസെപ്റ്റ് വേറെയാണ്. നമ്മളത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. പ്രശ്നം എന്ന് പറയുന്നത് ഈ 12ാം ക്ലാസ് വരെയുള്ള എലിമെന്ററി ലെവൽ വരെയുള്ള ഈ പാഠ്യപദ്ധതിക്ക് സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ചും പൊതുവിദ്യാഭ്യാസ വകുപ്പ് 1466 കോടി രൂപ ഇതിനകം മുടക്കിയിരിക്കുകയാണ്. മുടക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ ഈ അധ്യാപകർക്ക് 2 ലക്ഷത്തോളം വരുന്ന അധ്യാപകർക്ക്, പിന്നെ 14,000-ഓളം വരുന്ന സ്കൂളുകൾക്ക്, പിന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ള വിവിധ വിദ്യാർത്ഥി വിഭാഗങ്ങൾക്ക് അവരുടെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ടെക്സ്റ്റ് ബുക്ക് അടിക്കുന്നതിന്, ചോദ്യക്കടലാസ് അടിക്കുന്നതിന്, ഇത്തരത്തിലുള്ള നിരവധിയായ കാര്യങ്ങൾക്ക്, ടോയ്ലറ്റ് സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഒക്കെയായിട്ട് ഈ പണം മുടക്കിയിട്ടുണ്ട്. ആ പണം മുടക്കേണ്ടത് സ്റ്റേറ്റിന്റെ ബാധ്യതയാണെന്ന് കാണുമ്പോൾ തന്നെ ഇതിന്റെ അകത്ത് കൺകറന്റ് ലിസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കൺകറന്റ് ലിസ്റ്റിൽ നമ്മളെയും അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണല്ലോ. കേരളത്തിന്റെ മാത്രമല്ല, ഏത് സ്റ്റേറ്റിന്റെയും നികുതി വിഹിതത്തിൽ ഷെയർ ചെയ്യണമെന്നുള്ള ആർട്ടിക്കിൾ 270 പറയുന്നുണ്ടല്ലോ. അതാണല്ലോ ആർട്ടിക്കിൾ 270യുടെ കാതൽ തന്നെ പറയുന്നത്. അപ്പൊ ആ ഷെയർ എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടാൻ അവകാശമുണ്ടെന്ന് ധനക്കം മിഷൻ അതിൽ തർക്കമില്ലാത്തതാണ്. എങ്ങനെയൊക്കെയാണ് കേന്ദ്രവിഹിതം തരാതെ വിവിധ വിഷയങ്ങളിൽ, വിവിധ പദ്ധതികളിൽ കേന്ദ്രവിഹിതം തരാത്തത് കേരളം അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അങ്ങ് പറയുന്ന പോലെയല്ല, ഈ PM ശ്രീ ഒപ്പിട്ട് കഴിഞ്ഞാൽ
ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും. അതെന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. നയം നടപ്പാക്കില്ല, പണം നമ്മുടെ അർഹതപ്പെട്ടത് മേടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് MABBയും പറയാൻ ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്നാണ് VD സതീശനും പറഞ്ഞത്. അങ്ങനെ നടക്കില്ലെന്നേ, അങ്ങനെ നടക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഞങ്ങളുടെ വിദ്യാഭ്യാസ നയം രാജ്യത്താകെ നടപ്പാക്കുമെന്നുള്ളത് പരസ്യമായി തന്നെ BJP പറയുന്നതാണ്. നമ്മുടെ BJP പ്രതിനിധി ഉണ്ടല്ലോ, അദ്ദേഹം അത് പറയും. അപ്പോൾ അതാണ് നിലപാട്. ഇനിയിപ്പോൾ അതിനെ എതിർക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ്, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അങ്ങ് ഈ കൺകറന്റ് ലിസ്റ്റിന്റെ കാര്യമൊക്കെ പറയുന്നു. നമ്മൾ പല ഘട്ടങ്ങളിൽ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടല്ലോ. അനുകൂലമായ പ്രതികരണങ്ങൾ കോടതിയിൽ, പരാമർശങ്ങളെങ്കിലും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ വിഷയത്തിൽ കോടതിയിൽ പോയവരാണ് തമിഴ്നാടിന് അനുകൂലമായി വിധി വരികയും തമിഴ്നാടിന് പണം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആലോചന നടത്താതെ നേരെ ആ പണം വാങ്ങാമെന്ന തീരുമാനത്തിലേക്ക് വരുന്നത്? ഇനി പറയുന്ന ഈ 1500 കോടിയൊന്നും കിട്ടാനില്ലെന്നേ. 2023 മുതൽ 2027 വരെയുള്ള പദ്ധതിയാണ്, 5 വർഷത്തെ പദ്ധതിയാണ്. ഇനിയിപ്പോൾ ആകെ 2 വർഷമേ ഉള്ളൂ. ഇനിയിപ്പോൾ LDF സർക്കാരിന്റെ ഈ കാലാവധി നോക്കുകയാണെങ്കിൽ വെറും 6 മാസമേ ഉള്ളൂ. അപ്പോൾ അത്ര പോലും തുകയില്ല. അപ്പോൾ ഏത് നിസ്സഹായാവസ്ഥയിലാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ ആലോചിക്കുന്നത്? അല്ല, അങ്ങനെ 1500 കോടിയൊന്നും ഇല്ല എന്ന് വളരെ സരളമായിട്ട് അങ്ങ് പറഞ്ഞു പോകാവുന്ന ഒരു പദ്ധതിയല്ല. കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞു പോയി, അതിന് കിട്ടില്ല. ജയേന്ദ്രൻ, കഴിഞ്ഞ വർഷങ്ങളുടേത് കഴിഞ്ഞു പോയി, അതിന് കിട്ടില്ല. അങ്ങനെയല്ലെന്ന്, നമ്മുടെ ക്ലെയിം അതല്ലെന്നേ. നമ്മുടെ ക്ലെയിം അതല്ല. ഞാനത് പറയട്ടെ പ്ലീസ്. നമ്മുടെ ക്ലെയിം അതല്ലല്ലോ. പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ സ്കൂളുകൾക്കും ടീച്ചേഴ്സിനും പിന്നെ ഡയറ്റ് ഉൾപ്പെടെയുള്ള അധ്യാപകർക്കും അവരുടെ ട്രെയിനിങ്ങിനും പിന്നെ ഞാൻ ഈ പറഞ്ഞ വിവിധ വിദ്യാർത്ഥികളുടെ ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള സ്കൂളുകളുടെ ഉൾപ്പെടെ ഉള്ള ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ചെലവഴിച്ച പണമാണ്. ആ ചെലവഴിച്ച പണം തരാനുള്ള ബാധ്യത ഉണ്ട്. അത് കൺകറന്റ് ലിസ്റ്റിന്റെ പ്രത്യേകത അതും കൂടെയാണേ. ആ ഷെയറിംഗിൽ അതും വരുന്നുണ്ട്. ഞാൻ അതിലേക്കും സമയമില്ലാത്തതുകൊണ്ട് കടക്കുന്നില്ല വിശദമായിട്ട്. പറയുന്നത് അല്ലല്ല, ഞാൻ അതല്ല പറയുന്നത്. അല്ലാതെ നമുക്ക് കിട്ടാനുള്ള കണക്കുകളൊക്കെ വേറെയുണ്ട്. തർക്കമില്ല ശ്രീയേന്ദ്രൻ, നമുക്ക് തർക്കമുള്ള വിഷയത്തിലേക്ക് മാത്രം വരാമെന്നേ. അല്ല, ഞാൻ ആ തർക്കം പ്രശ്നം മാത്രമേ പറയുന്നുള്ളൂ. ഈ ചർച്ചയിൽ ഞാൻ അത് പറയാനാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് തന്നെയാണ്. മറ്റതിന്റെ പെരിഫറൽസിലേക്കൊന്നും വരുന്നതേ ഇല്ല, പോവുകയുമില്ല. ഞാൻ പറഞ്ഞത് ഈ പിന്നെ ഇതിൻ്റെ അകത്ത് PM ശ്രീ എന്ന് പറയുന്നത് എന്താണ്? PM ശ്രീ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതൊരു CSS ആണ്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക്, ഏത് കേന്ദ്രാവിഷ്കൃത പദ്ധതിക്കും ഉള്ളത് ഒരു നിശ്ചിത ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിന്റെ പുറത്ത് കടക്കാൻ കഴിയില്ല. എത്രയോ ഉദാഹരണങ്ങൾ പറയാം. വിദർഭ പാക്കേജ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ കേരളത്തിൽ ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നെല്ലിസം പറഞ്ഞ പദ്ധതി വരെ ഈ CSS ആണ്. അത് അതിൻ്റെതായിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിന്റെ അകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഇവിടെ ഇത്രയും പൈസ തരാനില്ല താങ്കൾ പറഞ്ഞല്ലോ. ഈ പറയുന്ന PM ശ്രീയുടെ പദ്ധതികൾ ആ പൈസയല്ല നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. ഓരോ വർഷത്തെയും തുക കൃത്യമായിട്ട് ഞാൻ പറയാം, സമയം തരികയാണെങ്കിൽ അടുത്ത ഘട്ടത്തിൽ. അതേ ഓരോ വർഷത്തെയും പറയാം. 22-23 മുതലുള്ള കൃത്യം തുക എത്രയാണ്, അലോക്കേഷൻ എത്രയാണ്, അലോട്ട് ചെയ്തത് എത്രയാണ് എന്നുള്ളതും പറയാം. പ്രശ്നം ഇവിടെ അതല്ല. നമ്മൾ ഈ പറയുന്ന പിന്നെ ഈ NEP 2020 എന്ന് പറയുന്ന പദ്ധതിയിൽ നമുക്ക് സ്വന്തമായ സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശം വിനിയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഞങ്ങൾ ഇത് നടപ്പാക്കില്ല എന്ന് പറയുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പ്രശ്നമുണ്ട് ശ്രീജയേന്ദ്രൻ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.